ക്ലിപ്പെടുത്തിട്ട് വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ എടുത്തു വെച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നോക്കുക. ചിരിക്കാൻ കഴിയില്ല. തങ്ങളെ തീരുമാനം അങ്ങനെയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് സ്വർഗം നേരിട്ട് കാണുന്നത് വരെ എന്റെ പല്ല് കാണിച്ചിട്ട് ഒരാളെ മുന്നിലും ചിരിക്കുകയില്ല. പറഞ്ഞതുപോലെ മഹാനവരുകൾ ജീവിതകാലത്ത് ചിരിക്കുകയാണെങ്കിൽ ചുണ്ട് പൊത്തിപ്പിടിച്ചിട്ടേ ചിരിക്കുകയുള്ളൂ, പല്ല് കാണിച്ചിട്ട് ചിരിക്കുന്നില്ല. മഹാനവരുകൾ ലോകത്തോട് വിട പറഞ്ഞു. വഫാത്തായി, മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. കുളിപ്പിക്കാൻ കിടത്തിയപ്പോൾ ഹാഫിദുൽ ദഹബി സിയറു അലാമിൻ നുബലായിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം. കുളിപ്പിക്കാൻ കിടത്തിയപ്പോൾ മഹാനവരുകളുടെ മയ്യത്ത് പല്ല് കാണിച്ചിട്ട് ചിരിക്കുകയാ. എന്തേ കാരണം? മഹാനവരുകളുടെ തീരുമാനമാണ്. പല്ല് കാണിച്ചിട്ട് ചിരിക്കണമെങ്കിൽ ഒന്ന് നേരിട്ട് സ്വർഗം കാണണം. അത് കാണുന്നത് വരെ ഞാൻ എന്റെ പല്ല് കാണിച്ചിട്ട് ചിരിക്കുകയില്ല. അള്ള കാണിച്ചു കൊടുത്തു. വഫാത്തിന്റെ സമയം മഹാനവരുകൾക്ക് സ്വർഗം കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോഴാണ് മഹാനവരുകൾ പല്ല് കാണിച്ച് ചിരിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞുപോയി. ഇതുപോലെ ഒന്ന് മരിക്കണം. അതിന് ഒരുപാട് സമ്പാദ്യം ഖബറിലേക്കുണ്ടാക്കി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങണം. നിങ്ങളോട് വഅദ് പറയാൻ എനിക്ക് അർഹതയില്ല. ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോട് ആദ്യം ഓർമ്മപ്പെടുത്തുന്നു, പിന്നെ നിങ്ങളെ ഞാനത് കേൾപ്പിക്കുന്നു. ഞാൻ എന്റെ വഅദ് നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. നിന്റെ ഔലിയാക്കളിലെ പ്രഗൽഭരായ അതേ ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പരിശുദ്ധമായ ഹളറത്തിൽ വെച്ച് നിന്നിലേക്ക് ഞങ്ങൾ ഈ ഉയർത്തിയ കരങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇബാദത്ത് ചെയ്യാൻ നല്ല താല്പര്യമുണ്ടാക്കി തരണേ അല്ലാഹ്. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കാർക്കും താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്കാർക്കും തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ വല്ലാതെ വ്യാപിച്ചിട്ടുള്ള കാലമാണ്. കേൾക്കുന്നത് തന്നെ 4th സ്റ്റേജ് എന്നാണ്. അതുവരെ ഒരു ക്വാഷനും കിട്ടിയിട്ടില്ല, ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇപ്പൊ കേൾക്കുന്നത് ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമറാണ്, ലിവറിൽ ക്യാൻസർ ആണ്, കിഡ്നിയിൽ ക്യാൻസർ ആണ്. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളെ പിളിക്കുള്ള അബ്ബാസാക്ക, അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് സുഖമില്ലാതെ അതേ ഹോസ്പിറ്റലിലാണ്, ICUയിലാണ്. ഒന്ന് ദുആ ചെയ്യുമോ എന്ന് വിളിച്ചു. ഉള്ളാളത്ത് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. റബ്ബേ, നീ ആ പിതാവിന് ശിഫാ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പുരുഷന്മാര്, അതുപോലെ തന്നെ സ്ത്രീകള്, റബ്ബേ, ചെറിയവർ വലിയവർ,
പാവം ഇത്രയും നേരമായിട്ടും സാധുവായ ഈ വിനീതന്റെ വാല് കേൾക്കുന്നത് നിർത്തിവെച്ച് പോയി കളയാതെ ഇവിടെ തന്നെ ഇത്രയും നേരം നിന്ന് സഹകരിച്ച് അവസാനം വരെ ഇൽമ കേട്ടിരുന്ന ഈ മോമിനീങ്ങൾ, പുരുഷന്മാര്, പ്രായമുള്ള ഉപ്പമാര്, യുവാക്കള്, മറക്കപ്പുറത്തുള്ള നല്ലവരായ ഉമ്മമാര്, സഹോദരിമാര്, അതുപോലെ ഞങ്ങളെ വീടുകളിലുള്ള ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, മക്കള്, ഞങ്ങളെ ശിഷ്യന്മാര്, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹജനങ്ങൾ, ഞങ്ങളെ ആഫിയത്തിനും ദീർഘായുസ്സിനു വേണ്ടിയും നിന്നോട് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളെ വാദകൾ നിരന്തരം സ്ഥിരമായി കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർക്കും ഞങ്ങൾക്കും ആർക്കും മരണം വരെ ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, ഞങ്ങൾ ആരെയും നീ കിടത്തത്തിലാക്കല്ലേ അല്ലാ, ഡയാലിസിസിന് വിധിക്കല്ലേ അല്ലാ, അത് വിധിക്കപ്പെട്ടവർക്ക് നീ അതിൽ നിന്ന് പൂർണ്ണമായും ശിഫാ കൊടു